ഏറെ നാളത്തെ ക്യാൻസർ ചികിത്സ കൊണ്ട് കടങ്ങളുടെ നടുവിലാണ് ഏലൂരിലെ മാത്യുവിന്റെ കുടുംബം. രോഗം പൂർണ്ണമായി മാറാൻ മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തന്നെ വേണം. ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ സുമനസ്സുകളുടെ സഹായം തേടുകയാണ് മാത്യുവും കുടുംബവും. രണ്ടായിരത്തി 18 പ്രളയകാലത്താണ് രോഗത്തിന്റെ തുടക്കം. പനിയും ശരീരവേദനയുമാണ് ഓർമ്മയിൽ. വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് ക്യാൻസർ ആണെന്ന് മനസ്സിലായത്. 2018 തുടങ്ങിയതാണ്. പനിയായിട്ടാണ് തുടങ്ങിയത്. ഒരു 6 മാസത്തോളം സെൻറ്റ് ജോസഫ് ഹോസ്പിറ്റലിൽ കിടന്ന്, പിന്നെ ഒരു 4 മാസം ലിസിയിൽ കിടന്നു. അവിടെ എല്ലാവിധ ചെക്കപ്പും കഴിഞ്ഞ് ഒന്നും കണ്ടുപിടിച്ചില്ല. ലാസ്റ്റ് ബയോപ്സിക്ക് എടുത്തതെന്നാണ് കണ്ടുപിടിച്ചത്. രക്തത്തിലും തൊണ്ടയിലും മജ്ജയിലുമായിരുന്നു ക്യാൻസർ കണ്ടെത്തിയത്. 2 സർജറികൾ കഴുത്തിലും കക്ഷത്തിലും നടന്നു. 2 ബോൾമാരോ സർജറികളും 38 കീമോ, 18 റേഡിയേഷനുകൾ, ചികിത്സയുടെ നീണ്ട കാലയളവുകൾ. തിരുവനന്തപുരത്തെ റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സകൾക്കെല്ലാം ഒപ്പമുണ്ടായിരുന്നത് ഭാര്യ റനീതയും മകൻ ജോസഫും. ആദ്യം ആഴ്ചയിലാണ് ഞങ്ങൾ പോയിരുന്ന വെച്ചാൽ ഒരു ഇഞ്ചക്ഷനായിരുന്നു. ആഴ്ചയിൽ 6 എണ്ണം എടുത്തത്. എല്ലാ ശനിയാഴ്ച, വെള്ളിയാഴ്ച പോവും, ശനിയാഴ്ച എടുത്ത് ഞായറാഴ്ച തിരിച്ചു വരും. അത് കഴിഞ്ഞ് പിന്നെ കീമോയായി. ഇപ്പം ആദ്യം 6 എണ്ണം പറഞ്ഞു. പിന്നെ എടുത്തെടുത്ത് വന്നപ്പോൾ 18 കീമോ കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ റേഡിയേഷൻ, ഇവിടെ ഒരു സർജറി ചെയ്തിട്ട് റേഡിയേഷൻ 18 റേഡിയേഷൻ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇഞ്ചക്ഷനാണ് 2 മാസം കൂടുമ്പോൾ ചെയ്യണം. 6 വർഷമായിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കണം നമ്മൾ. ഇനിയിപ്പോൾ ഇവർ മജ്ജ മാറ്റി വയ്ക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. രോഗം പൂർണ്ണമായി മാറണമെങ്കിൽ മജ്ജ മാറ്റിവെക്കൽ മാത്രമാണ് പ്രതിവിധിയെന്ന് ഡോക്ടേഴ്സ് നിർദ്ദേശിച്ചു. മജ്ജ മാറ്റിവെക്കുന്നതിന് വേണ്ടി 9 ലക്ഷം രൂപ കണ്ടെത്തണം. ഇതുവരെയുള്ള ചികിത്സകളെല്ലാം നടത്തിയത് നാട്ടുകാരുടെ സഹായത്താലാണ്. ചികിത്സയ്ക്കുള്ള പണം കണ്ടെത്തുവാൻ ഏറ്റെടുത്ത ലോണുകളുടെ കടബാധ്യത തലയ്ക്കുമേതെ നിൽക്കുന്നു. എനിക്ക് പൈസ എൻ്റെ കയ്യിലോട്ട് വേണ്ട. എനിക്കിത് സൊസൈറ്റി 101 സൊസൈറ്റിയിലെ ബാധ്യതയും എൻ്റെ ഹോസ്പിറ്റലിലെ ബില്ലും അടച്ചു തന്നാൽ മതി. ട്വന്റി 4 കൊച്ചി.